ആരത് പതിവില്ലാത്ത ആൾക്കാരൊക്കെ കിച്ചണിൽ? എന്താ എനിക്ക് കിച്ചണിൽ കയറാൻ പാടില്ലേ? കേറുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, വല്ല പണി അറിയോടെ ഇത്. മോൾ എന്താ ഉദ്ദേശിക്കണേ? പാചകമടി പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ പാചകം ചെയ്യലേ, അതുകൊണ്ട് ചോദിച്ചത്. അതെ, ബോംബെയില് ഞാനേ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് തന്നെ ചെയ്തോണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് നീ അതെന്നെ പഠിപ്പിക്കണ്ട. നിനക്ക് എന്താ അവിടെ തട്ടുകടയിലായിരുന്നു പരിപാടി? ഞാൻ തട്ടോട് നിന്റെ അപ്പാപ്പനും. ഇതടീന എന്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞോണ്ടോ എല്ലാം സ്വഭാവം മാറും. എന്നെ കളിയാക്കി കഴിഞ്ഞാൽ നിന്റെ അപ്പാപ്പനല്ല, നിന്റെ അപ്പാപ്പനെ ഞാൻ പറയും. കാണണല്ലോ ഒന്ന്. ഒന്നാമത് ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ എന്നെ കുറച്ച് ചൊറിച്ചിലാണ്. ഇനി ഒരുത്തിന് ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ കളിയാക്കി കഴിഞ്ഞാൽ തിരിച്ചും അങ്ങോട്ട് നല്ല പോലെ കൊടുക്കും. അതാണ് ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇങ്ങനത്തെ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഓക്കെ, എന്തോന്ന് ആലോചിക്കാൻ? ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാലേ അത് തീരുമാനിച്ചു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം നിന്റെ മുഖത്ത് കുറെ പ്ലാസ്റ്ററുകൾ കാണേണ്ടി വരും. അയ്യോ, പ്ലാസ്റ്ററേ ആരുടെ മുഖത്താ നമുക്ക് കാണാം. കൊച്ചേ എന്റെ ഒറ്റ പഞ്ചിനില്ലോ നീ. അയ്യടാ അന്നങ്ങ് വന്നേ, വാ വാ പഞ്ച് പിടിച്ചു നോക്കാം. വാ വാ. എനിക്ക് കുറച്ച് ജോലി ഉണ്ട് കൊച്ചേ, പോയേ. ഈ ചായ ഉണ്ടാക്കലാണോ എന്റെ ജോലി? ദേ തോക്കൊന്ന് മേടിച്ചിട്ടല്ലേ? വാ മാൻ, കമോൺ, പഞ്ച് പിടിച്ചിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇവിടെ തോക്കെന്ന് മേടിച്ചിട്ടാ? അങ്ങ് ബോംബെയിലെ ധാരാസിംഗിനെ വരെ പഞ്ച് പിടിച്ച് തോൽപ്പിച്ചിട്ടുള്ളവളാ ഞാൻ, ഈ ടീന. അങ്ങനെയാണെ വാടേ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. വാ. പിന്നെ ഒരു കാര്യമുണ്ട്, ദേ പഞ്ച് പിടിച്ചിട്ട് കൈക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്നെ പറയാൻ നിൽക്കരുത്. നെവർ. കമോൺ. എന്നാ പിന്നെ ഒരു കൈ നോക്കാം. എന്നാ പിടിക്കാനറിയോ? പിന്നെ അല്ല പിടി. ഈശ്വരാ, അടിപൊളി. വീണ്ടും തുടങ്ങി കീരിയും പാമ്പും യുദ്ധം, അതും അടുക്കളയില്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ചാരു, നീ ഇതിലെ അവിടെ ഉണ്ടാ. ഞാൻ ഇവിടെ കമർത്തി അടിച്ചിട്ടേ അടങ്ങൂ. മലർത്തി അടിച്ചിട്ടേ അടങ്ങൂ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ ചെയ്യണത് കയ്യിൽ നല്ല പണി കിട്ടണ പരിപാടി. അതെ, നോക്ക്, ലാസ്റ്റ് കൈ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോകണാണ് നല്ല സുഖമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിലും ഇവളോട് വിടാൻ പറ ആദ്യം. നീ വിടാ ആദ്യം. നീ വിട്, ഞാൻ വിടാം. ഇനി അതിന്റെ പേരിൽ തർക്കമൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യ്, ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ വിട്ടല്ല. രണ്ടിനും നാണൂല, തോത്തോലെ രണ്ടും വളർന്ന്. എന്തിനായിരുന്നു ഇപ്പോഴത്തെ ബഹളം? എന്തിനായിരുന്നു? അത് ഇവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ വേണ്ടി. നിനക്കടി അഹങ്കാരം? നിനക്കടി. അതെ, ഓക്കെ, രണ്ടുപേരും നല്ല അസൽ അഹങ്കാരികളാണ്. പോരെ, ഇനി അതിനൊരു തർക്കം വേണ്ട. ഓഹ് കഷ്ടം, രണ്ടിനെയും കൊണ്ട് ഇതൊക്കെ. പിടി കൊണ്ടോ, ഇതും കഴിച്ച് രണ്ട് വഴിക്ക് പോകാൻ നോക്കും. ഇതെവിടെ എത്ര മിഠായി? എനിക്കിന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വർക്കായിരുന്നു. ഞാൻ അവിടെ പോയപ്പോ ഞാൻ നോക്കുമ്പോൾ ഒരു താരം നിറച്ച് മിഠായിരിക്കും. ഞാൻ ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്തോണ്ട് വന്നു. അയ്യേനാ മോളെ, ഇത്രയും കൊച്ചിട്ടൊന്നും കഴിക്കണ്ടേ എന്റെ മിഠായി? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമല്ലേ. എങ്ങനെ ഉദ്ദേശിച്ചാലും മോള് കഴിക്കണ്ട. അല്ലു നോടി, നീ തന്നെ കഴിച്ചു. താങ്ക് യു. ചാരു, നീ ഇന്ന് നൈറ്റ് ഫ്രീ ആണോ? അയ്യേ, നീ എന്താ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? എടി, ഇന്ന് നൈറ്റ് മൂവിക്ക് പോകാൻ വേണ്ടി എനിക്കാണെങ്കിൽ ക്ലബ്ബിൽ നിന്ന് മറ്റേ നമ്മുടെ മൂവി വൗച്ചർ കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. നമുക്ക് ഏത് പടത്തിന് വേണമെങ്കിലും പോകാം. അങ്ങനല്ലേ? നീ വരുന്നുണ്ടോ? അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറഞ്ഞാ പൈസ ചെലവൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്റെ പൊന്നെ ഇല്ല, ഫ്രീയാ. എന്നാ ഡബിൾ ഓക്കെ, ഞാൻ റെഡി. കുറെ നാളെ ഒരു സെറ്റ് ഒക്കെ കണ്ടിട്ട് ഞാൻ പോയി അടിച്ചു കൊടുക്കാം. സിനിമയ്ക്ക് പോകാം. അതെ, ചായ ഇട്ടിട്ടുണ്ട്, വേണോ? എനിക്കെങ്ങും വേണ്ട നിന്റെ ചായ. ഒന്നാമത്തെ മനുഷ്യന്റെ വേർത്ത് നശിച്ചായിരിക്കണം. പോയി ഞാൻ കുളിക്കട്ടെ. അയ്യോ ഇല്ല മുതലാളി, അങ്ങനെയൊന്നുമില്ല. മുതലാളി താര് പറഞ്ഞത്? അയ്യോ മുതലാളി, ആ പഞ്ചായത്ത് മെമ്പറെ വിശ്വസിക്കല്ലേ, അവൻ വെറും കള്ളനാണ്. അവന് ഞാനൊരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ കർഷകശ്രീ അവാർഡ് എനിക്കാണ് കിട്ടേണ്ടത്. അത് എനിക്ക് തരാതെ അവൻ്റെ കുടുംബത്തിലുള്ളവർ ആർക്ക് കൊടുത്തു. അതിൻ്റെ പേര് ഞാനും അവനും കൂടി ചെറിയ വഴക്കൊക്കെയായി. അതിൻ്റെ കലിപ്പ് തീർത്തതാണ്. സത്യം മുതലാളി, അതുകൊണ്ടാണ് നമ്മളെ പിള്ളേരെ പറ്റി മോശം പറഞ്ഞത്. സത്യം മുതലാളി. ഇല്ല ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം മുതലാളി, എന്നെ വിശ്വാസം ഇല്ലേ. അപ്പോൾ ഗുഡ് നൈറ്റ് മുതലാളി. ഗുഡ് നൈറ്റ്. നിങ്ങളെ പട്ടാപ്പകലാരുടെ ഗുഡ് നൈറ്റ് ഒക്കെ പറയണേ? അതെ, എൻ്റെ മുതലാളി അങ്ങ് അമേരിക്കയിലാണ്. അങ്കിളിന് അങ്ങ് വിദേശത്തൊക്കെ പിടിപാടുണ്ടായിട്ടാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാം മോളെ? ആ മുതലാളിയോട് പറഞ്ഞിട്ട് യുഎസിനും എല്ലാം കയറി പോകുന്നേ.
ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വീടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അതിനാണ് വലിയ കാര്യം. ഒരു പണിക്കാരനങ്ങ് വെച്ചാ പോരെ. എന്തോന്ന് പറയണം മോളെ, ഇവിടെ വേറെ പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ശമ്പളം എനിക്ക് അങ്ങനെ കിട്ടും. ആ അത് ശരിയാ. ആ അങ്കിള് ഈ വാഴയേക്കാൾ വലിയ വാഴയാ. എന്ന് വെച്ചാ അല്ല ഒന്നുമില്ല. പിന്നെ മുതലാളി വിളിച്ചെന്തിനാണെന്ന് അറിയാമോ? എന്ത്? നിങ്ങൾ ഇവിടെ കാണിക്കണ കൂത്തല്ല മുതലാളി അറിഞ്ഞ്. എന്ത് കൂത്ത്? എന്ത് കൂത്തെന്നാ? കണ്ട പയ്യന്മാരൊക്കെ ഇവിടെ കയറി നിറങ്ങണതും തീവ്രവാദി വന്നതും ഇവിടെ അടി കിടി വെടി കുടി എല്ലാം അറിഞ്ഞു. അല്ല ഇതൊക്കെ എന്തിനാ എന്നോട് പറയണത്? ഞാൻ കാരണം ഇവിടെ ഏതെങ്കിലും ചെക്കന്മാർ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. മോളുകാരും ചെക്കന്മാരൊന്നും വന്നിട്ടില്ല. ഇല്ല. പക്ഷെ തീവ്രവാദികളൊന്നും ഇറങ്ങിയില്ല ഇവിടെ. അങ്കിൾ അതൊരു കയ്യബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി അങ്ങനെയുള്ള കയ്യബദ്ധം ഒന്നും പറ്റാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ ഇതുപോലെ സ്ട്രിക്റ്റ് ആവാൻ പോവാണ്. എന്ന് വെച്ചാ എല്ലാ കാര്യത്തിലും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ ഇവിടെ എല്ലാവരും കഴിഞ്ഞാൽ മതി. മോള് പോയിട്ട് എല്ലായിടത്തും പറ മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്ന് പറ. എല്ലാരും പറയാൻ ആകെ ആരും ടീന മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഉള്ളവരും മതി. ഗോ 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 ആൻഡ് കം ഫാസ്റ്റ്. പെട്ടെന്ന് പ്രത്യേകം പറയണം ഞാൻ സ്ട്രിക്റ്റ് ആണെന്ന്. ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവൂല. എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം വേണം. അല്ലാതെ വാലാകോല നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ മുതലാളി വീണ്ടും വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളിവിടെ നിന്ന് മാറ്റിയാലും ചിലപ്പോൾ മാറ്റിക്കളയും. സമ്മതിക്കില്ല. ഐ ആം വെരി സ്ട്രിക്റ്റ്. എടാ നമ്മൾ ഏത് മൂവിക്കാൻ പോണേ? ഇനി അതൊക്കെ നടക്കുന്നു തോന്നുന്നില്ല. അതെന്തു പറ്റി? ഇവളുടെ ടിക്കറ്റ് അവർ കീറി കാണും. ടീന ഒന്ന് വാടച്ച് മിണ്ടാണ്ടിരിക്കുക പ്ലീസ്. ഓ ഒന്ന് മിണ്ടായിരിക്കടി. എടി നീ കാര്യം എന്താന്ന് പറ. എടാ അങ്കിൾ ആകെ കലിപ്പില്ല. ആരമ്മാവനാ? അമ്മാവൻ തന്നെ. എന്തു പറ്റി? അമ്മാവനെ മറ്റേ മുതലാളി വിളിച്ചിട്ട് നമ്മുടെ ഏതാണ്ടൊക്കെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അങ്കിള് നല്ല സ്ട്രിക്റ്റ് ആവാൻ പോവാണ്. ഓ അത്ര ഉള്ളോ? ഇതൊക്കെ സ്ഥിരമുള്ള പരിപാടിയാ. അത് നീ മൈൻഡ് ആക്കണ്ട. അമ്മാവനെ ഞാൻ കൂളാക്കിക്കോളാം. നീ പോകാനുള്ള പ്ലാൻ നോക്കി. ഉറപ്പാണോടേ? അമ്മ അവനെ സോപ്പിട്ട് കുപ്പിയിലാക്കണ ആരും ഞാനേറ്റ്. അപ്പൊ നമ്മൾ പോവല്ലേ? ഇനി പറ നമ്മൾ ഏത് മൂവിക്കാ പോവാ? ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ? അത് രണ്ടും വേണ്ട, മലയാളം മതി. അപ്പൊ നമുക്ക് നേര് കാണാൻ പോയാലടാ. ഞാൻ തന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. എന്റെ ചെലവിൽ അങ്ങനെ ഓസിന് പോകാൻ നിൽക്കണ്ട കേട്ടല്ലോ. ആ കല്ലു എടാ അവളെ വരണെങ്കി വരട്ടെ. എന്താ പ്രശ്നം? നമ്മുടെ കൂടെ കൊണ്ടുപോകാലോ. അയ്യാ നീ കണ്ടല്ലോ താഴെ എന്നെ കളിയാക്കിയിട്ടത്. അങ്ങനെ എന്റെ ഓഫർ ഒന്നും എടുത്തോളൂ പോകാൻ നിൽക്കണ്ട. ഓ അല്ലെങ്കിൽ നീ വിളിച്ചാലും ഞാൻ വരാൻ പോണില്ല. വരണ്ട. അതെ 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 ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. അവളുടെ ചെലവിനല്ലേ പോകുന്നത്. പിന്നെ ഞാൻ വന്നത് അങ്കിൾ താഴേക്ക് വിളിക്കുന്നുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. വരാൻ ആസ് യൂഷ്വൽ മീറ്റിംഗ്. നമ്മുടെ ഇവിടുത്തെ ഓണറിന്റെ കണ്ടീഷൻസ് പറയാൻ വേണ്ടിട്ടായിരിക്കും. ആയിരിക്കും. കേട്ട് കളയാം. ബാ. അല്ല ചെല്ലാൻ. എന്ത് ചെല്ലാൻ? നിനക്ക് ഇവിടെ പ്രത്യേകിച്ച് കൊമ്പുമാരൊന്നും ഇങ്ങ് വരാൻ. ഞാൻ വരണോ? എന്റെ വാടി വരണോ? ഞാൻ ചെയ്യാം. എന്താ മാവാ മീറ്റിംഗ് വിളിച്ചെന്നൊക്കെ പറഞ്ഞ്? ആദ്യം എല്ലാവരും ഇവിടെ വന്നിരിക്കും. പറ അമ്മാവാ. അതെ, ഞാൻ നിങ്ങളുടെ അമ്മാവനായിട്ടല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അമ്മാവനല്ലേ? എടാ കണ്ടിട്ട് അമ്മാവനായിട്ടല്ലേ തോന്നുന്നേ? ആ ഉണ്ട കണ്ണും പുറത്ത മൂക്കും മൊട്ടത്തലയൊക്കെ ആയിട്ട് എനിക്ക് അമ്മാവനായിട്ടാ തോന്നുന്നേ. വേണ്ട, തമാശ വേണ്ട കേട്ടാ. ഞാൻ ഭയങ്കര സീരിയസ് ആണ്. സീരിയസ് ആണോ? അമ്മാവൻ സീരിയസ് ആണ്. നോക്കട്ടെ. യു സ്റ്റോപ്പ്. ഐ ടാക്ക്. ഇനി ഇവിടെ ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ ഇവിടെ ആരും മിണ്ടരുത്. ഇവിടെ ആരും മിണ്ടില്ലെങ്കിലേ നമ്മള് കാര്യം പറ. അതായത് തുമ്മിയതാ, സംസാരിച്ചല്ല. പൊടി, ഭയങ്കര പൊടി. അയ്യോ ഇനി തുമ്മരുത്. സോറി. അങ്കിള് കാര്യത്തിലോട്ട് വാ. വരുന്നു. അതായത് ഇന്നു മുതൽ ഈ വീട്ടിൽ ഞാൻ ചില പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. അത് നല്ലതാ അങ്കിളെ. പറഞ്ഞു തീർന്നില്ല. അതനുസരിച്ചായിരിക്കണം ഇനി അങ്ങോട്ട് നിങ്ങൾ പെരുമാറേണ്ടത്. അത് ഞാൻ അങ്കിളുടെ അടുത്ത് പറയാനിരിക്കുവായിരുന്നു. ഈ ബാച്ചിലർ അക്കോമഡേഷൻ ആകുമ്പോഴേ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ നല്ലതാണ്.
ആ ബോംബെയിൽ അങ്ങനെയായിരുന്നു. ഇനി മുതൽ ബോംബെയിൽ മാത്രമല്ല ഇവിടെയും അങ്ങനെ ആയിരിക്കും. ഒന്നാമത്തത്, ഇനി മുതൽ ഈ വീട്ടിൽ നിങ്ങളെ കാണാനായിട്ട് ഒരു ആമ്പിള്ളേരും വരാൻ പാടില്ല. അതെന്ത് വർത്താനം അങ്കിളീ പറയുന്നത്? എന്നെ കാണാൻ ഇവിടെ ഏത് ആമ്പിള്ളേരാ വന്നിട്ടുള്ളത്? ഈ അവന്തിനും ചാരുവിനെയും കാണാനല്ലേ ഇവിടെ ആമ്പിള്ളേർ കയറി ഇറങ്ങുന്നത്? ഏതാമ്പിള്ളേര്? അപ്പൊ അവി പിന്നെ മുടി കെട്ടി അടക്കണം, ജോലിയും കൂലിയിലോ തേരാപ്പര അടക്കണം ചെറുക്കനില്ലേ? അവര് വരാറില്ലേ? ഉള്ള ആരും തന്നെ ഞാൻ പറഞ്ഞു. അതെ, എനിക്ക് ഈ മീറ്റിംഗിൽ ഒന്നും സംസാരിക്കാനില്ല. ഇവള് പറയുന്ന തോന്നിവാസം മൊത്തം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. അമ്മാവനെ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമേ മീറ്റിംഗ് വിളിച്ചത് എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നിരിക്കാൻ വേണ്ട. ആ ഉത്തരം മുട്ടി. നീ എവിടെ പോണു? മീറ്റിംഗ് കഴിഞ്ഞില്ല. അല്ല ഇനി എന്തോന്ന് മീറ്റിംഗ്? ചാരു പോയില്ലേ? അങ്കിള് നേരത്തെ പറയാനുള്ളൊക്കെ എന്നോട് പറഞ്ഞല്ലേ. നീ ഇപ്പൊ അവളോട് പറ, ഞാൻ പോകും. അങ്കിളെ, ഇവളുമാർ രണ്ടുപേരും കൂടെ ഇന്ന് നൈറ്റ് ഷോയ്ക്ക് പോകുന്നുണ്ട്, സിനിമയ്ക്ക്. അങ്കിൾ അവരെ വിടരുത് കേട്ടോ. പിന്നെ അങ്കിളെ, നമുക്ക് രണ്ടുപേർക്കൂടെ ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയാലോ? അത് വേണ്ട. അല്ല, എന്നിട്ട് ഇവളുമാർക്ക് നമുക്ക് ലോക്ക് ചെയ്യാം. ഐഡിയാസ് പറഞ്ഞുതരാം. അതെനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ വിട്ടാ പറ്റൂല. ജയൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇനി ഒരുത്തന്മാര് ഇതിനകത്ത് കയറരുത്. നമ്മുടെ അടുത്താണ് കളി. ഇത് ഏത് പൊട്ട എഴുതിയത്? എന്തിനു കിണി? ഇത് ഏത് പൊട്ട എഴുതി തന്നേന്ന് നിങ്ങൾക്ക്? പൊട്ടനാ? ഓ, പൊട്ടത്തെറ്റ് എഴുതിക്കണോ? പിന്നെ പൊട്ടനല്ലാതെ എന്താ വിളിക്കേ? പൊട്ടത്തെറ്റാ? ഓ, നിനക്ക് മലയാളം വായിക്കാറുണ്ട്? വായിച്ചു നോക്ക്. മലയാളമൊക്കെ എനിക്ക് വായിക്കറിയാം. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്? പോയിസ് ആത്തേക്ക് വരാല്. എടാ, ബോയ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാണ്. അതിന്റെ മലയാളമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് 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 ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ പയ്യന്മാരെന്നാണ് മലയാളത്തിൽ അർത്ഥം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിടോ അല്ലേ? പഠിക്കാൻ വേണ്ട സമയത്ത് പഠിക്കണം കേട്ടാ. അല്ലാതെ ഇങ്ങനെ വാലാ പോരാ നടന്നാ പോരാ. പോയി 2 അക്ഷരം പഠിക്കും. പോ. ഞാൻ 2 അല്ല 26 അക്ഷരം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പോയി പഠിക്കും കേട്ടല്ലേ? എന്തടാ എന്ത് കുഴപ്പം? ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. എന്റെ കുഞ്ഞും ഒരു അംഗൻവാടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളയാണ് ഈ ജംഗ്ഷനില് ഒരു അഡ്മിഷൻ ഇപ്പൊ ഫ്രീ ആണ്. നിങ്ങൾ വരണ കൊണ്ടുപോയി പഠിപ്പിക്കാന്ന്. എന്താ കളിയാക്കണ? ഇല്ല, സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഇനിയിപ്പോ എന്ത് തെറ്റെന്ന് പറയടാ? ഇത് മൊത്തം തെറ്റ്. ഈ മൊത്തം എന്ന് പറയടാ, എന്താണ് തെറ്റ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോയ്സ് ആണ്. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ബോയ്സ്, അത് പോയിട്ട് അകത്തേക്ക് അതും ഓക്കെ. വരാല് വരാലല്ല വരല്ലേ. എവിടെ ഇതിന്റെ അടയാളം? എവിടെ വരല്ലേ? 3 ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ. ഇത് ആവശ്യമുള്ളടത്ത് മാത്രം ഇട്ടാ മതി. ഇത് എന്റെ ചവരാണ്. ഇത് ഞാൻ എഴുതിയതാണ്. എന്റെ ഇഷ്ടം പോലെ ഞാൻ. നിങ്ങൾ എഴുതിയാണെന്ന് എനിക്ക് വായിച്ചപ്പോഴേ മനസ്സിലായി. വെറും പൊട്ടത്തരം. ഞാൻ പൊട്ടത്തരം എഴുതും, അല്ലാത്ത എഴുതും. നീ എന്തിനാ ഇതൊക്കെ നോക്കണം? നീ വഴിയെ പോകണമെങ്കിൽ വഴിയെ പൊയ്ക്കോളാം. വഴിയെ പോകുമ്പോ ഇത് കാണൂലേ? വായിക്കണ്ടേ? അപ്പൊ വായിച്ച് മനസ്സിലാക്കണ്ടേ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? മനസ്സിലായല്ലോ എനിക്ക്. അത് തന്നെ പോയില്ലെങ്കിൽ ഇത് ഇത് പൊതു വഴിയാണ്, റോഡാണ്. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. എടാ, നീ പൊതുവഴിയെ പോ. നീ ഞാൻ ഇവിടെ നിൽക്കുന്ന എന്റെ മതിന്റെ അടുത്ത് നിൽക്കുന്നത്. എന്റെ അടുത്ത് നീ എന്തിനു ചൂടാവാൻ പറഞ്ഞേ? നിങ്ങൾ എന്തിന് എന്റെ അടുത്ത് ചൂടാമെന്നാ പോവാൻ പറയണ? എന്തിന്? ഞാൻ ഇവിടെ നിൽക്കും, കിടക്കും, ഉറങ്ങും. കിടന്ന് എന്ത് ചെയ്യും? ഒരു വയസ്സിന് മൂത്ത ആളിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. ഇങ്ങനെ എന്നെ സംസാരിക്കും. എന്ത് ചെയ്യും നിങ്ങൾ? ദേഹത്ത് ഞാൻ റോഡിൽ കൂടെ നടക്കുന്നത്. നിങ്ങൾക്ക് എന്ത്? ഞാൻ റോഡിൽ കൂടെ അല്ലേ പറഞ്ഞത്? ദേഹത്ത് പറഞ്ഞ എന്തിന്? ഞാനും അറിയേ, ഉറപ്പായിട്ട് ഞാൻ അറിയും. മൊട്ട തലയിൽ എറിയും. അവനെ കളിയാക്കൊക്കെ തന്നെ. ചേച്ചി, നീർക്ക് നല്ല മുഴുത്ത പ്രാന്താണ്. വല്ല ചങ്ങല നാട്ടുകാരൊക്കെ കേട്ട് എന്തോ വിചാരിക്കും? എന്തിനാ ആൾക്കാരോട് കൊണ്ട് പറയിപ്പിക്കുന്നത്? എടി, ഞാൻ ഇവിടെ ചുമ്മാ ഇതെടുത്ത് ഒട്ടിച്ചിട്ട് ഇവിടെ നിൽക്കായിരുന്നു. ഇത് കണ്ടിട്ട് അവൻ വന്ന് എന്നെ കളിയാക്കണമെന്ന്. എന്തോന്നിത്?
പോയിസ് മറല്ലോ ഏത് പൊട്ടൻ എഴുതിയേ? ഞാൻ എഴുതിയത് ഇത് കുഴപ്പമാണ്. ഇതെന്താണ് പൊട്ടത്തിന് ചേട്ടാ എഴുതി വെച്ചേക്കുന്നത്? എനിക്ക് എന്തായാലും ഒരു വരയില്ല, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ വേറെ എഴുതരാം. ഇല്ലില്ല, ഇത് എഴുതരാം, വേറെ എഴുതാം, അത് ഒട്ടിച്ചാ മതി. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയാണെന്ന് അറിയാമോ? ചേട്ടനോട് തോച്ച് മണ്ടത്തരം കൊണ്ട് കഷ്ടപ്പെട്ട് പൊട്ടത്തരമാണ് എഴുതി വെക്കുന്നേ. അപ്പൊ നാണക്കേടാലും കണ്ട. അതൊരു വര താഴെ വരച്ചാ പോരായിരുന്നാ? വരാ, അതൊക്കെ നന്നായി എഴുതരാം. പിന്നെ എന്തോന്നു ചേട്ടൻ എപ്പോഴും പറയത്തില്ല ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി തരുന്നില്ല, പഴയ പോലെ സ്നേഹമില്ല. അങ്ങനെയൊന്നുമില്ല. ഉണ്ണിയപ്പോ ആ ശരി, കഴിക്കേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇത് കയ്യിൽ പോയി നമുക്ക് അകത്ത് ചായ കൊണ്ടിട്ട് കഴിക്കാം. വാ ആരി വാ വാ. എവിടെ പോകുന്നു രണ്ടുപേരും കൂടെ? ഞങ്ങള് ഷോപ്പിങ്ങിനോണ്. പച്ചക്കള്ളം. നിങ്ങൾ സിനിമയ്ക്ക് പോയല്ലേ? എടുത്തെണ്ടി പോണ പരിപാടി. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങോട്ടൊന്നും നോക്കണ്ട, നിങ്ങൾ സിനിമയ്ക്ക് പോയല്ലേ? അതെ, ഞങ്ങള് സിനിമയ്ക്ക് പോവാം. ആ ശരി. എപ്പോഴും വരും? ഒരു 10-11 മണിയൊക്കെ ആകുമ്പോ എത്തും. രാത്രി 11 മണിയാ? പിന്നെ രാവിലത്തെ 11 മണി കഴിഞ്ഞില്ലേ? എന്ത് ചോദ്യം ചോദിക്കണം മാമൻ? ഓ, തർക്കുത്തരൊക്കെ പറഞ്ഞു തുടങ്ങി. അതെ, ആ പരിപാടി ഇവിടെ നടക്കൂല. ഞാൻ 7 മണിക്ക് ഗേറ്റ് പൂട്ടും. അതിനുള്ളിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പുറത്ത് പോയാൽ മതി. അതൊക്കെ എന്ത് റൂൾസ് ആണ് അങ്കിളെ? ആ, ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പുതിയ റൂൾസ്. ഇതനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട. നേരത്തെ വീട്ടിൽ കയറാൻ പറ്റുമെങ്കിൽ മാത്രം പോയാൽ മതി. അല്ലാത്തൊരു എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇവിടെ നാട്ടുകാരുടെ മൊത്തം കുറ്റം കേൾക്കുന്നത് ഞാനാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ തോന്നും പോലെയൊക്കെ കറങ്ങി നടക്കാനാണ്. ഇത് ബോംബെയോ ഡൽഹിയോ ഒന്നും അല്ല കേട്ടാ, ഇത് ചെറിയ കേരളമാണ്. ചേട്ടാ, എന്തൊക്കെയാ ഇങ്ങനെ പറയുന്നേ? അങ്ങനെയൊക്കെ പറയുന്നത് അവരൊക്കെ തോന്നിയ പോലെ കറങ്ങി നടക്കുന്നവരാണോ? നീ മിണ്ടരുത്. നാട്ടുകാർ പറയുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഡെയിലി ഓരോരുത്തന്മാരിവിടെ കയറി ഇവിടെ അടി പ്രശ്നം. ഇതൊക്കെ നാട്ടുകാരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തോണ്ടല്ലേ. ഇനി അങ്ങനെ പറ്റൂല. അതെ, നാട്ടുകാരെ ബോധിപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല, നാട്ടുകാരല്ല നമുക്ക് ചെലവിനും തരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അതിനകത്ത് വേറെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. മകലു, ഞാൻ പറഞ്ഞ അവർ കേൾക്കുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ എന്തിനു കേൾക്കണമല്ലേ? ഞാൻ അവരുടെ ആര്? ഞാൻ വെറും ജോലിക്കാരനല്ലേ? ഒരു ജോലിക്കാരൻ്റെ വാക്ക് അവർ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. വിഷമിക്കില്ല ചേട്ടാ, അവർ ചിലപ്പോ ഒന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞായിരിക്കത്തില്ല. നിനക്കറിയാല്ല, ഞാൻ എൻ്റെ മക്കളെ പോലെയല്ലേ അവരെ നോക്കിയത്. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. രുക്കു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചാരു ഇങ്ങനെ പറയൂ. അതെ, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മാവന് വിഷമായോ? ഇത് തന്നെയാണ് അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കും വിഷമായത്. അത് അമ്മാവനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേട്ടാ. പിന്നെ വേറൊരു കാര്യം, ഈ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മോശക്കാരാവോ? ആവോ? ഞങ്ങൾ അത്രയും വൃത്തിയുടെ കുട്ടികളാണോ? അമ്മാവൻ പറ, ആണോ? എന്നാല് നീ നിന്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞല്ല. അയ്യോ, അത് ഞാൻ അമ്മാവനെ പറഞ്ഞല്ല, ഞാൻ നാട്ടുകാരെയാ പറഞ്ഞത്. ആണോ? ആന്ന്. ചുമ്മാ അതെ, ഒരു മനസ്സ് വിഷമിക്കാണ്ടിരിക്കും. എനിക്ക് അമ്മാവനെ മനസ്സിലാക്കി തരണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു. പോട്ടെ 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 പോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുവാ. പക്ഷെ നേരത്തെ പറഞ്ഞേ മക്കളെ. അങ്കിൾ, ഇന്ന് നമ്മളെല്ലാരും കൂടെ സിനിമയ്ക്ക് പോകുന്നത്. എല്ലാരും കൂടിയാ? എന്ന് വെച്ചാ എല്ലാരും കൂടെ. അപ്പൊ വീടാരും നോക്കും? വീട് പാരാട്ടീ നോക്കട്ടെ. ഞാനോ? അപ്പൊ എന്നെ കൊണ്ടുപോകുന്നില്ല നിങ്ങള്? എന്നെ കൊണ്ടുപോകുന്നില്ല. അമ്മാവൻ ചെല്ലു, റെഡി ആവേ. റെഡിട്ടോ. തിയേറ്റർ കണ്ടിട്ട് നാളുകളായി. നിങ്ങൾ ശരിക്കും പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയില്ലേ? ശരിക്കും പറഞ്ഞതാ.
ആരവണിയും പോർക്കണായിരുന്നു.